റിസ്ക് ഇല്ലാതെ മുതൽ മുടക്കില്ലാതെ മാന്യമായി, ഞാൻ ആ വാക്ക് പറയാണ്, മാന്യമായി, പണ്ട് MLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരുന്ന കാലത്ത് ഏറ്റവും നല്ല ഉത്തമമായ ഒരു പ്രൊഫഷനായിട്ട് ഈ പ്രൊഫഷനെ മാറ്റി അതിന് മോഡി കെയറിനെ പോലുള്ള കമ്പനിക്കുള്ള പങ്കിനെ ഞാൻ പ്രശംസിക്കുകയാണ്. മോഡി കെയർ പോലെ ഡയറക്റ്റായിട്ട് ഫാക്ടറി പ്രോഡക്റ്റ് ഉള്ള കമ്പനികൾക്ക് ഇനി ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. മോഡി കെയർ പോലെ സ്വന്തമായി പ്രോഡക്റ്റും സ്വന്തമായി ബിസിനസ്സും സ്വന്തമായി മാനേജ്മെന്റിന്റെ സ്റ്റേക്കും ഉള്ള ബിസിനസ്സിന് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കള്ളനാണയങ്ങളെയും നിരീക്ഷണത്തിന്റെ വലയത്തിലാണ്. ഒരു സമയത്ത് നിങ്ങൾ കാണാൻ ED വന്ന് പൊക്കിക്കൊണ്ടുപോകും. MLM എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനി കണ്ട് ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. വാല്യൂ ആഡഡ് ടാക്സ് VAT ആക്ട് എന്ന് പറയുന്ന ഒരു നിയമപുസ്തകത്തിൽ സ്വർണ്ണക്കടക്കാർക്ക് പോലും ഇല്ലാത്ത പ്രിവിലേജ് അന്ന് MLM കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ആകും ഈ ഇൻഡസ്ട്രിയെ നിയമാനുസൃതമാക്കും. ഇവിടെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഈ ഇൻഡസ്ട്രി കൊണ്ട് മാന്യമായി ജീവിക്കുന്നുവെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് സ്വിഗ്ഗി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് കൗണ്ടറിൽ വയ്ക്കുന്ന ഈ ബൈക്കിൽ ഫോട്ടോ ഷൂട്ട് കൊണ്ട് പോകുന്ന ആൾക്കാരെല്ലാം വീട്ടുകാരാണ്. ടെക്നോ പാർക്കിൽ ഞങ്ങളൊരു സർവേ എടുത്തു. അവിടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന്റെ ശമ്പളം എത്രയെന്നറിയോ? 6000, 8000, 10000. അതുപോലും വേണ്ട എന്ന് പറയുകയാണ്. ജോലി മതി. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഈ ഇൻഡസ്ട്രിക്കകത്ത് കള്ളനാണയുണ്ട്. നല്ല കോട്ടും സൂട്ടും തൊട്ട് മനോഹരമായി സംസാരിക്കുന്ന കള്ളന്മാരിനകത്തുണ്ട്. നിങ്ങൾക്ക് എത്ര കമ്പനിയിൽ മുതൽ മുടക്കുണ്ട്? നിങ്ങളുടെ മാനേജ്മെന്റിന്റെ പ്രൊഫൈൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് ആരൊക്കെയാണ്? നിങ്ങൾ സ്വന്തമായി അസറ്റ് ഉണ്ടോ? ഫാക്ടറി ഉണ്ടോ? സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ളവരാണോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യാവലികൾ ചെയ്യുമ്പോൾ ഇനി ഈ പറയുന്ന യോഗ്യന്മാര് പേന എടുത്ത് എഴുതുമ്പോൾ കൈവടക്കും. അവർക്ക് എഴുതാറൊന്നുമില്ല. പക്ഷെ ഇന്ന് പല കമ്പനിയിലെയും പ്രോഡക്റ്റുകൾ മേശയുടെ കീഴെ പെട്ടി പൊട്ടിക്കാതിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൊണ്ട് തന്നെ കേരളത്തിന്റെ എക്കോണമി ഒന്ന് കഴുകാൻ പോവുകയാണ്. അതുപോലെ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഷ്ടകാലത്ത് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടോ ജീവിത സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റില്ല, ഡിഗ്രി ഇല്ല എന്നുള്ള സൗകര്യം വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുലാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ ആളും ഞങ്ങൾ ചെറിയൊരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 10 കമ്പനി കാണും. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടാ സ്വന്തമായി ഫാക്ടറി പ്രോഡക്റ്റ് ഉള്ളവർ ചെയ്യാൻ പറയുന്ന ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. സന്തോഷമുണ്ട്. ഇരിക്കുന്ന മുഖക്കാണ്. ഞങ്ങളൊക്കെ 30 വർഷമായിട്ട് ടീച്ചിങ് പ്രൊഫഷനിൽ, 30ാമത്തെ വർഷമാണ് ടീച്ചിങ് പ്രൊഫഷനിൽ. ഇഷാദ് പറഞ്ഞ അദ്ദേഹത്തിന്റെ 10ാം വർഷമാണ്, എനിക്ക് 30ാമത്തെ വർഷമാണ്. ഞങ്ങളൊക്കെ കോളേജുകളിലും MBAസിലും PhDക്കും ഗവേഷണങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാറുള്ളതാണ്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏത് പ്രോഗ്രാമും, പ്രത്യേകിച്ച് നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഏത് പ്രോഗ്രാം എടുത്താലും ഞാൻ അവിടെ ഓടിയെത്തും. വേറൊന്നുമല്ല, ഇരിക്കുന്ന മോഹനാണ്. ഇതുപോലെ പ്രതിസന്ധികൾ എന്തൊക്കെയുണ്ടെങ്കിലും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് എവിടുന്നോ കിട്ടുന്നുണ്ട്. അത് വെല്ലം സംബന്ധിച്ച് എനിക്കറിയില്ല. അതോ വിശ്വാസിന്റെ വിദേശത്തെ പോലുള്ള ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ ആണെന്നും അറിയില്ല. എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമാകാം. വിശ്വാസ് പറഞ്ഞല്ലോ അവിടെ 2011-12 കാലഘട്ടത്തിലൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ അന്ന് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, മോഡിക്കർ ഒന്നുണ്ടായിരുന്നു. പക്ഷെ കേരളത്തില് നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ ചീഫിനെയും CEO ഒക്കെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ എല്ലാവരും ഒളിച്ച് വീട്ടിലേക്ക് മാറ്റപ്പെട്ടു. MLM എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനി കണ്ട് ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇന്ന് 10 വർഷം മുമ്പുള്ള ജിഷാദല്ല, അന്നൊക്കെ ജിഷാദൊക്കെ വന്ന് കൊച്ചു പയ്യനായിട്ടാണ് കാണുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളടുത്ത് വരുന്നത്. എന്ത് ചെയ്യും? ഈ പുറകോട്ട് പോകാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ലീഡേഴ്സ്, ഇൻഡസ്ട്രി അവരുടെ മുഖം കണ്ട് ചേർത്ത് ധാരാളം പ്രവർത്തകർ, ഇവരുടെ മുമ്പിൽ ഇനി എന്ത് പറയും? അപ്പൊ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കുള്ള അക്കാഡമിക് എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റിനെ സമീപിക്കുക, ഗവൺമെന്റ് ഞങ്ങളോട് ആവശ്യപ്പെടും പഠന റിപ്പോർട്ട് സമർപ്പിക്കുവാൻ. അങ്ങനെ അവര് അന്നത്തെ മന്ത്രിയെ കാണുകയും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഈ വിഷയം പഠിക്കാനായിട്ട് ഏൽപ്പിക്കുകയും അങ്ങനെ 2013-14 കാലഘട്ടത്തിൽ വ്യക്തമായ ഒരു മാർഗരേഖ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ആ 13-14 അതിന് മുമ്പ് തന്നെ 2000 വാല്യൂ ആഡഡ് ടാക്സിൽ ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഡസ്ട്രിക്ക് ഓപ്പണിംഗ് കൊടുത്ത ഏക സംസ്ഥാനമാണ്. അത് പറഞ്ഞില്ല.
വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമപുസ്തകത്തിൽ സ്വർണ്ണക്കടക്കാർക്ക് പോലും ഇല്ലാത്ത പ്രിവിലേജ് അന്ന് MLM കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2003 വായിച്ചു നോക്കിയറിയാം. MLM NGK അംഗീകരിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു നിയമപുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടു 2003 വാറ്റ് ആക്ട്. അപ്പൊ അതിനുശേഷം പിന്നീട് അങ്ങ് കാലഘട്ടം കടന്നുപോയി. 2014 കേരളത്തിന്റെ സംക്ഷിപ്തമായ ഒരു ഗൈഡ്ലൈൻ ഇറങ്ങി. ആ ഗൈഡിനെ അടിസ്ഥാനമാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2016 മാർഗരേഖ പുറപ്പെടുവിച്ചു. അതിനുശേഷം പാൻ ഇന്ത്യ ബേസിൽ ആ മാർഗരേഖ ഇവിടെ നടപ്പിലാക്കിയുണ്ടായി. ഇത് 2016 ആ കാലഘട്ടം ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഈ മേഖലയിൽ നിയമപരമായ ഒരു അവബോധം കൊടുക്കാൻ കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു ഇഞ്ച് പോലും സംശയമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണം. ഇത് നിയമപരമാണോ അല്ലയോ എന്ന് ഇപ്പോഴും സങ്കോചമായി ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കടന്നു വന്നാൽ നാളെ പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ എന്റെ അഭിമാനത്തിന് എന്തെങ്കിലും കോട്ടം വരുമോ എന്ന് ചിന്തിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അകത്തും ഈ ഇൻഡസ്ട്രിയെ നിയമാനുസൃതമാക്കി. 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പാസ്സാക്കിയ ഒരു നിയമമായിരുന്നു. ഈ ഇൻഡസ്ട്രി ഇ കൊമേഴ്സ് ഉൾപ്പെടെ ഡയറക്ട് സെല്ലിംഗ് ഉൾപ്പെടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ടെലി ഷോപ്പിംഗ് ഉൾപ്പെടെ എല്ലാ വ്യാപാരത്തെയും ലീഗലൈസ് ചെയ്തുകൊണ്ട് നിയമം. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2021. അതിനെ അടിസ്ഥാനമാക്കി ഡയറക്ട് സെല്ലിംഗ് റൂളും പാർലമെന്റ് പാസ്സാക്കി. നേരത്തെ കേന്ദ്രത്തിൽ 2016 ഒരു മാർഗരേഖ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. മാർഗരേഖ എന്ന് പറയുമ്പോൾ അതിന് നിയമാനുസൃതമായ ഒരു വ്യക്തമായ അതൊരു മാർഗനിർദ്ദേശമാണ്. ഒരു കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കോടതിക്ക് വേണമെങ്കിൽ പരിഗണിക്കാം, ഇല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കാം. അതാണ് മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആക്ടിൽ വന്നു നിയമാനുസൃതമായി. കോടതിയിൽ ഒരു കേസ് വന്നാൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനിക്കും ഡയറക്ട് സെല്ലേഴ്സിനും പരിരക്ഷ ഉറപ്പാക്കിയ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ആ ഡയറക്ട് സെല്ലിംഗ് റൂളും നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നിഷാദ് പറഞ്ഞതുപോലെ 2018 കേരള ഗവൺമെന്റ് അന്ന് വലിയ ഗംഭീരമായ ഒരു വലിയ പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും തിലോത്തമ സാറും ഒക്കെ റിലീസ് ചെയ്ത ഒരു മാർഗരേഖയുണ്ടായി. ഇന്ന് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ആ നിയമത്തിന്റെ ബലത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു മാർഗരേഖ അത് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതിന്റെ ഔദ്യോഗികമായ റിലീസ് മുഖ്യമന്ത്രിയുടെ തിരക്ക് കാരണം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൽ വളരെ വ്യക്തമായ ഒരു മെക്കാനിസത്തിന് രൂപം കൊടുത്തു കഴിഞ്ഞു. അത് വളരെ പ്ലേസ് ഉണ്ടായിരുന്നു. ആ പ്ലേസ് നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് വരണം. ഒരു മെഗാ ഇവന്റാക്കി മാറ്റാം. ഇതുപോലെ ആയിരിക്കുന്നത് ലക്ഷങ്ങൾ അവിടെ നടിയറിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി കാണാൻ ഞെട്ടിക്കൊള്ളു. ഞാൻ മുഖ്യമന്ത്രി ഞെട്ടിപ്പിക്കാൻ വേണ്ടിയല്ല, കേരളം ഇതൊരു വലിയ ദുരവസ്ഥയിലാണ്. കേരളത്തിന്റെ എല്ലാ ചെറുപ്പക്കാരും പലായനം ചെയ്യുകയാണ്. യുദ്ധം ഉണ്ടായിട്ട് പോലും പലായനം ചെയ്യുകയാണ്. എയർപോർട്ടുകളിലൊക്കെ അല്ലെങ്കിൽ വിസ സെന്ററിലൊക്കെ പോയി നോക്കുമ്പോൾ പറയാൻ ധാരാളം ചെറുപ്പക്കാർ അത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി പോലും പഠിക്കാതെ വിദേശത്തോട്ട് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നും ഇവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അഡ്രസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഈ ഇൻഡസ്ട്രി കൊണ്ട് മാന്യമായി ജീവിക്കുന്നുവെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ എക്കോണമി, കേരള എക്കോണമിയെ ഞങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ചും പണമില്ല, ഗവൺമെന്റിനെ സംബന്ധിച്ച് മുതലെടുക്കാൻ പണമില്ല. ഗവൺമെന്റ് ഈസ് ഓൺലി ഫെസിലിറ്റേറ്റ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞങ്ങളെല്ലാം പറഞ്ഞു തരാം. അതുപോലെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 15-ാം തീയതി തിരുവനന്തപുരത്ത് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ നാഴികക്കല്ലായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ടെർമിനലിന്റെ ആദ്യത്തെ ഷിപ്പ് ലാൻഡ് ചെയ്യുകയാണ്. ഈ ഷിപ്പ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഇതിനോടനുബന്ധമായി എത്രയോ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവും. അതുപോലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് പോലും വലിയ ഓപ്പണിംഗ്സ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലോജിസ്റ്റിക്കിലെ ചെലവുകൾ കുറയാൻ പോവുകയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. മദർ ഷിപ്മെന്റ് എന്ന് പറയുന്ന ദുബായ് പോലെയുള്ള വലിയ, ശ്രീലങ്ക പോലെയുള്ള വലിയ മദർ ഷിപ്മെന്റ് ഇപ്പോൾ കേരളത്തിലേക്ക് ചേക്കേറുമ്പോൾ അതിന് അനുബന്ധമായി വളരെ വലിയ വികസനമാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ ഈ വികസനമൊന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് ഒരേ ഒരു മൈൻഡ് സെറ്റേ ഉള്ളൂ, പഠിച്ചാൽ ജോലി കിട്ടുന്നില്ല, മാന്യമായ ഒരു ജോലി കിട്ടുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് പല മേഖലയിൽ ഞങ്ങൾ ഗവേഷകരായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. രാത്രി സ്വിഗ്ഗി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് കൗണ്ടറിൽ വയ്ക്കുന്ന ഈ ബൈക്കിൽ ഫോട്ടോ ഷൂട്ട് കൊണ്ട് പോകുന്ന ആൾക്കാരെല്ലാം ബിടെക്കുകാരാണ്. ടെക്നോ പാർക്കിൽ ഞങ്ങളൊരു സർവേ എടുത്തു. അവിടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന്റെ ശമ്പളം എത്രയെന്നറിയോ? 6000, 8000, 10000. അതുപോലും വേണ്ട എന്ന് പറയുകയാണ്. ജോലി മതി. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ.
ഇന്ന് സാധാരണ ഒരു കൂലിക്ക് ഒരു ദിവസം 1000 രൂപ വേതനം ഉണ്ടെങ്കിൽ അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് വളരെ തുച്ഛമായ സാലറി മാത്രമേ നമ്മുടെ നാട്ടിൽ കിട്ടത്തുള്ളൂ. ഇവിടെയാണ് ഡയറക്ട് സെല്ലിങ്ങിലെ ഓപ്പർച്യൂണിറ്റി. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യാസമ്പന്നൻ പോലും വേണം. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് MBA BTech ഒക്കെ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. വീട്ടമ്മമാരും അടിസ്ഥാന യോഗ്യതയൊക്കെയുള്ള ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ യോഗ്യതയല്ല ആവശ്യം, ഇവിടെ ഒരു മൈൻഡ് സെറ്റാണ്, ഇവിടെ ഒരു വിഷനാണ്, ഒരു പാഷനാണ്. എനിക്കും സാധിക്കും എന്നുള്ള ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മുതൽ മുടക്കാതെ ഇവരെ പോലെയുള്ള വലിയ ലീഡേഴ്സ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിൽ വലിയ അതൊരു മാജിക്കൊന്നുമല്ലല്ലോ, ഒരു മാജിക്കല്ലല്ലോ. ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യം, എല്ലാവർക്കും നിഷാദിനെ പോലെ ദിനേശിനെ പോലെ ആകാൻ സാധിക്കുമെന്ന് വരികയില്ല. നമുക്കറിയാം ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും ഇൻഡസ്ട്രിയിൽ കുറെ പ്രഗത്ഭന്മാരായ കുറെ വലിയ വലിയ പ്രഗത്ഭന്മാർ അംബാനിയെ പോലെയുള്ള വലിയ കോർപ്പറേഷൻ ഉണ്ടാവും. പക്ഷെ എത്രയോ സാധാരണ ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർ ഉപജീവനത്തിനുവേണ്ടി ബിസിനസ് ചെയ്യും. അപ്പോൾ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും അത് സംഭവിക്കും. എല്ലാവർക്കും ഒരേ ഗതി വളർന്നൊന്നും പറ്റില്ല. പക്ഷേ റിസ്ക് ഇല്ലാതെ, മുതൽ മുടക്കില്ലാതെ, മാന്യമായി, ഞാൻ ആ വാക്ക് പറയാണ്, മാന്യമായി. പണ്ട് MLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരുന്ന കാലത്ത് ഏറ്റവും നല്ല ഉത്തമമായ ഒരു പ്രൊഫഷനായിട്ട് ഈ പ്രൊഫഷനെ മാറ്റി അതിന് മോഡി കെയറിനെ പോലുള്ള കമ്പനിക്കുള്ള പങ്കിനെ ഞാൻ പ്രശംസിക്കുകയാണ്. പേരെടുത്ത് എനിക്ക് യാതൊരു പേടിയില്ല. ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി 2011 മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഇൻഡസ്ട്രിക്കകത്ത് കള്ളനാണയുണ്ട്. നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് മനോഹരമായി സംസാരിക്കുന്ന കള്ളന്മാരിനകത്തുണ്ട്. എനിക്കറിയാം അന്നത്തെ ചരിത്രം മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുമ്പോൾ ഒരു 10, 50, 100 കമ്പനികളും കേരളത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇവിടെ വന്നു. 3 ലക്ഷം ആൾക്കാരെ വരെ ചേർത്ത കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കാണാനില്ല. അതിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ ഗഹനമായി പഠിച്ച് ഇനി ഇത്തരം കമ്പനികൾ രജിസ്ട്രേഷൻ പോർട്ട്ഫോളിയോയിൽ കയറി വരാത്ത രീതിയിൽ നിയമത്തിൽ പരിരക്ഷ വെക്കുന്ന ഒരു മെക്കാനിസമാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. വലിയ പോലെ എല്ലാവർക്കും സംസാരിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വന്നു കയറാൻ പറ്റുന്ന മേഖലയായി MLM-നെ തരം താഴ്ത്താൻ സർക്കാർ ഇനി അനുവദിക്കില്ല. വ്യക്തമായ ദീർഘവീക്ഷണമുള്ള നല്ല പ്രൊഫൈൽ മാനേജ്മെന്റ് ഉള്ള, അതായത് മാനേജ്മെന്റാണ് സ്ട്രോങ് ആകുന്നത്. ഞങ്ങളിപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ചേക്കേറിയ കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ പരിശോധിച്ചപ്പോൾ അവരുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ആ കമ്പനിയിൽ മുടക്കിയിരിക്കുന്ന മുതൽ മുടക്ക് 10,000 രൂപയാണ്. അതായത് ROC ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ക്യാപിറ്റൽ വേണം. ചില കമ്പനിക്ക് 1 ലക്ഷം രൂപ, വലിയ കമ്പനി എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും 10 ലക്ഷം രൂപ. അവർക്ക് സ്വന്തമായ പരിചയം. ബാലൻസ് ഷീറ്റിനെ ഞങ്ങൾ പ്രത്യേകിച്ച് കൊമേഴ്സുകാരായിട്ട് അനലിറ്റിക്കലായിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്തപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഫാക്ടറിയില്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ഈ രാത്രിയിൽ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അവരൊന്നും സംഭവിക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളുടെ മുഖം മാത്രമായിരിക്കും സമൂഹത്തിൽ ക്ലേശമായി പോകുക. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം ഗൈഡ് ലൈനകത്ത് കൃത്യമായ ചില ഫോർമുലാസ് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാലൻസ് ഷീറ്റിന്റെ ചില കാര്യങ്ങൾ കൂടി ആപ്ലിക്കേഷനോടൊപ്പം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര കമ്പനിയിൽ മുതൽ മുടക്കുണ്ട്? നിങ്ങളുടെ മാനേജ്മെന്റിന്റെ പ്രൊഫൈൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് ആരൊക്കെയാണ്? നിങ്ങൾ സ്വന്തമായി അസറ്റ് ഉണ്ടോ, ഫാക്ടറി ഉണ്ടോ, സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ളവരാണോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യാവലികൾ ചെയ്യുമ്പോൾ ഇനി ഈ പറയുന്ന യോഗ്യന്മാര് പേന എടുത്ത് എഴുതുമ്പോൾ കൈവതയ്ക്കും. അവർക്ക് എഴുതാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് മോഡി കെയർ പോലെ ഡയറക്റ്റായിട്ട് ഫാക്ടറിയും പ്രോഡക്റ്റും ഉള്ള കമ്പനികൾക്ക് ഇനി ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാതെ വരുന്ന സൂപ്പർ മാർക്കറ്റിൽ കുറെ പ്രോഡക്റ്റ് ബാസ്ക്കറ്റിലുണ്ട്. ഒരു കിറ്റായിട്ട് 5000-ന്റെ പാക്കേജ്, 10,000-ന്റെ പാക്കേജ്, 1 ലക്ഷത്തിന്റെ പാക്കേജ് എന്ന് പറഞ്ഞ പാക്കേജ് ബിസിനസ് ഇനി നടത്താവില്ല. പ്രോഡക്റ്റ് ഉണ്ടോ? ഞങ്ങൾ കാണുന്നത് നിഷാദിന്റെയോ ദിനേശിന്റെയോ മുഖമല്ല, ഇവിടെ ഇരിക്കുന്ന പാവങ്ങളായിട്ടുള്ള ഡയറക്ട് സെല്ലേഴ്സിന്റെ മുഖം. നിങ്ങൾ മോഡി കെയറിൽ നിന്ന് ഒരു 5000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ മോഡി കെയർ പൂട്ടിപ്പോയാലും ആ സാരമില്ല, എനിക്ക് 5000 രൂപയുടെ സാധനം എന്റെ കയ്യിലുണ്ടോ എന്ന് പറയാൻ തക്ക വിധം പ്രോഡക്റ്റിന് മൂല്യം ഉണ്ടായിരിക്കണം. മൂല്യമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? ആ കമ്പനി പോട്ടെ, എന്റെ പേസ്റ്റൊക്കെ കയ്യിൽപ്പെട്ട് ഞാൻ തേച്ച് തീർത്തോളാം, അല്ലെങ്കിൽ ഞാൻ വിറ്റ് തീർത്തോളാം. പക്ഷെ ഇന്ന് പല കമ്പനിയിലെയും പ്രോഡക്റ്റുകൾ മേശയുടെ കീഴിൽ പെട്ടി പൊട്ടിക്കാതിരിക്കുകയാണ്. പൊട്ടിക്കാൻ പ്രശ്നമാണ്. 100 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് വിൽക്കുകയാണ്. 900 രൂപ മാർജിൻ, 500 രൂപ മാനേജ്മെന്റ് എടുക്കും, 400 രൂപ ലീഡേഴ്സിന് തിരിച്ചു കൊടുക്കും. ബാക്കി പാവങ്ങൾക്ക് പിച്ചു 5%, 10%. 5 വർഷം 3 വർഷമാകുമ്പോൾ ട്രീയും ഇല്ല, ബൈനറി ഇല്ല, ഒന്നുമില്ല, ശൂന്യം. ഇത് ഞങ്ങൾക്ക് അറിയില്ല. ഈ മേഖലയിലെ കള്ളനാണയം ഇങ്ങനെ പ്രവർത്തിക്കും ഞങ്ങൾക്ക് അറിയില്ല, സത്യമായി. അതുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ അതിനെക്കുറിച്ച് കടിഞ്ഞാനിടാനായിട്ട് സാധിച്ചില്ല. അതിന്റെ പേരിൽ ധാരാളം
കമ്പനികൾ ഇവിടെ ചേക്കേറി. അതിന്റെ ഫലമായി ധാരാളം ഡയറക്ട് സെല്ലേഴ്സിന് മാർക്കറ്റിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതെല്ലാം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിനെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പണമില്ല. ട്രേഡ് ചെയ്യാൻ പണമുള്ള നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യിക്കും ഞങ്ങൾ. പക്ഷേ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലിയർ മെക്കാനിസമായി ഈ മോണിറ്ററിംഗ് അതോറിറ്റിയിൽ, കഴിഞ്ഞ മോണിറ്ററിംഗ് അതോറിറ്റിയിൽ 8 പേരാണെങ്കിൽ ഇപ്രാവശ്യം 14 പേരാണ്. FSSA, ലീഗൽ മെട്രോളജി ഒക്കെ ഉൾപ്പെടുന്ന വലിയ മോണിറ്ററിംഗ് അതോറിറ്റിക്ക് അതുകൊണ്ട് അവരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടിയ ഉടനെ അതവിടെ ചേക്കറി അത് കെട്ടി ചുവപ്പ് നാടകളിൽ ഫയൽ കെട്ടിവെക്കുകയല്ല. അത് പ്രൊഫഷണൽ ബോഡീസായ ചാർട്ടേഡ് അക്കൗണ്ട്സ്, കമ്പനി സെക്രട്ടറി നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന ബാലൻസ്, നിങ്ങളുടെ കമ്പനി ഫയൽ ചെയ്തിരിക്കുന്ന ബാലൻസ് ഷീറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്ത് സർക്കാരിന് പ്രൈമറി ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാനായിട്ടുള്ള സംവിധാനമാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഗവൺമെന്റ് എല്ലാ രീതിയിലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സന്നദ്ധമാണ്. ഒരുപക്ഷെ മോഡിക്കെയർ പോലെയുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ജമ്പിങ് ഉണ്ടാകുന്ന വരികയില്ല. ഇപ്പോഴും ഒരു ബിസിനസ് സ്ലോ ഗ്രോത്താണ്. ഒരു ബിസിനസ് ഒരു സോൾ പ്രൊപ്പറേഷൻഷിപ്പാണെങ്കിലും പാർട്ണർഷിപ്പാണെങ്കിലും കമ്പനി ആണെങ്കിലും അംബാനി ആണെങ്കിലും തുടക്കം വളരെ ലളിതമായിരിക്കും. ഗ്രാജുവലായിട്ട് വളർന്നു വരുന്ന കമ്പനിക്ക് റൂട്ടുള്ളൂ, അടിസ്ഥാനമുള്ളൂ, അതേ ലളിത വ്യക്തിയുള്ളൂ. പെട്ടെന്ന് വരുന്ന കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാണ്. നമുക്കിനി വേറെ ആരുടെയും അഭിപ്രായത്തിന്റെ വില എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എത്രയോ കമ്പനികൾ ഇവിടെ ചേക്കേറി. നിങ്ങൾ പലരും പല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവരെ ഒന്നും കാണാൻ പോലും ഇല്ല. അതിന്റെയൊക്കെ കാരണം ഈ പറഞ്ഞതാണ്, വ്യക്തമായ വിഷൻ ഇല്ലാതെ മാനേജ്മെന്റ് അത് കൂട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങുന്ന കമ്പനികളാണ് ഈ കൂട്ടിപ്പോയത്. അതായത് ഒരു റെമ്യൂണറേഷൻ പാക്കേജ് കൊടുക്കുമ്പോൾ 100 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 50 രൂപ ലാഭം ഉണ്ടെങ്കിൽ അതിനകത്ത് ടാക്സ് കഴിച്ചിട്ട് അതെല്ലാം പ്ലാൻ ചെയ്ത് ഗവൺമെന്റിനുള്ളത് ഗവൺമെന്റിനും ഡയറക്ട് സെല്ലർക്കും ഡിസ്ട്രിബ്യൂഷനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ മാറ്റി നിർത്തിയുള്ള ആ ഒരു അനലിറ്റിക്കലായിട്ട് പോകുന്ന കമ്പനി ഒരിക്കലും കൂട്ടുകയില്ല. അതിന് ചില വേദനയുണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടാതിരിക്കുന്ന കമ്പനിയുടെ ചില ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ഇപ്രാവശ്യത്തെ ഗൈഡ്ലൈനകത്ത് ഏതാണ് ഒരു നല്ല കമ്പനി എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഗൈഡ്ലൈനകത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. കെമിക്കൽ പ്രൊഡക്റ്റുമായിട്ട് വരുന്ന ആൾക്കാർ അതെല്ലാം പറ്റില്ല. ഇൻഷുറൻസ് IRDA പറഞ്ഞതുപോലെ ഇന്ന പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ വന്നാൽ അത് പറ്റില്ല എന്ന് തന്നെ നിയമത്തിൽ എഴുതി വെക്കാൻ പോവുകയാണ്. ആൾക്കാർക്ക് പ്രയോജനമുള്ള, ആൾക്കാർക്ക് ആവശ്യമുള്ള ഇന്ന് ഇൻഡസ്ട്രി, കേരളം എന്ന സംസ്ഥാനം കൺസ്യൂമർ സംസ്ഥാനമാണ്. 95% സാധനങ്ങളും നമ്മുടെ കട കമ്പോളങ്ങളിൽ ഷോക്കേസിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ സാധനങ്ങൾ എത്ര ഉണ്ടെങ്കിലും പോകും. ഇവിടെ ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഇപ്പം മോഡിക്കെയറൊക്കെ നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും കേരളത്തിലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേരൂന്നാൻ തക്ക വിധം ഇവിടെ നല്ലൊരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ നല്ല ഇൻഡസ്ട്രി വരണം. പാൻ ഇന്ത്യ ബേസിൽ ഇപ്പൊ GST എന്ന് പറയുന്ന നിയമത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ മാർക്കറ്റാക്കി മാറ്റിയപ്പോൾ അതിന് വരുമ്പോഴില്ല, ചെക്ക് പോസ്റ്റുകളില്ല, ഏത് സംസ്ഥാനത്തിലും സാധനം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെയും വരണം ഇൻഡസ്ട്രി. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെ കൊണ്ട് തുടങ്ങുക എന്നുള്ള കാര്യമാണ് ഗുലാത്തിരിച്ചിട്ടുള്ള സ്ഥാപനം ഞങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഇന്ന് രാജ്യത്തിന്റെ മറ്റേ കേന്ദ്ര ഗവൺമെന്റ് നയമാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് നയമാണെങ്കിലും ഇൻഡസ്ട്രി ഫ്രണ്ട്ലിയാണ്. ഇത് കർണാടക, ആന്ധ്രയൊക്കെ കണ്ടത് ആൾക്കാരെ മാടി വിളിക്കുകയാണ്. കേരളത്തിലുള്ള ഇൻഡസ്ട്രിക്കാരെ പോലും അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾ കാണുകയുണ്ടായി. ഇൻഡസ്ട്രിയെ ഇവിടെ വിടുക, ഇൻഡസ്ട്രിയിൽ നിന്നും പ്രൊഡക്ഷൻ ഉണ്ടാകാം, പ്രൊഡക്ഷനിൽ നിന്നും പ്രോഡക്റ്റ് ഉണ്ടാകാം, പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. ഈ ഒരു ശൃംഖല ഒരിക്കലും നശിക്കില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം ഈ പ്രോഡക്ട്സിന്റെ ആവശ്യകത ഇവിടെ നശിക്കുകയില്ല. അതുകൊണ്ട് നല്ല പ്രോഡക്റ്റ്, ആവശ്യമായ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്യണം. മോഡിക്കെയറിന് ആവശ്യമായ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇനിയും ധാരാളം പ്രോഡക്റ്റുകൾ മനുഷ്യന് ആവശ്യമായിട്ടുണ്ട്. അത് കേരളത്തിന്റെ 10 വർഷം പൂർത്തീകരിക്കുന്ന ഈ ലീഡേഴ്സ് ആവശ്യപ്പെടണം. കേരളത്തിന്റെ തനിമയിൽ കേരളത്തിലെ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിലേക്ക് മോഡിക്കെയർ പ്രത്യേക പ്രോഡക്റ്റിനെ രൂപകൽപ്പന ചെയ്യണം. അല്ലെങ്കിൽ കേരള യാത്ര ബില്ല് ചെയ്യണം. കേരളത്തിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. ഇനി വേറൊന്ന്, നമുക്കറിയാം ഇവിടെ കോർപ്പറേറ്റുകളുടെ ആധിപത്യമാണ്, മാളുകളുടെ ആധിപത്യമാണ്. ചെറുകിട വ്യാപാരികളെല്ലാം വംശനാശത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാരെ ഇനി കാണാൻ പോലും കാണുകയില്ല. ഇനി കാണാൻ പറ്റുന്ന എല്ലാം റീറ്റെയിൽ ശൃംഖലകളായിരുന്നു, വലിയ കോർപ്പറേറ്റ്സിന്റെ മാളുകളുടെ ശൃംഖലകളായിരുന്നു. അവിടെയൊക്കെ പോയി കൺസ്യൂമർ വാങ്ങിക്കുന്ന ആ സാധനം. അപ്പം ചെറിയ ചെറിയ കമ്പനികളും ഇൻഡസ്ട്രിയും കേരളത്തിൽ കൂട്ടിപ്പോകാനുള്ള സാധ്യതയായിട്ടില്ല. അപ്പൊ കേരളത്തിൽ ഏതെങ്കിലും നല്ല പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു വ്യവസായം ഉണ്ടെങ്കിൽ ആ വ്യവസായത്തെ ഏറ്റെടുക്കാൻ മോഡിക്കെയർ സന്നദ്ധമാകണം. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കാൻ പോകുന്നത്. വെറുതെ കുറെ സാധനങ്ങൾ വർഷങ്ങളായി ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് നല്ല ബേസായി, നല്ല കസ്റ്റമർ ബേസായി, ഈ പ്രോഡക്റ്റ് വിൽക്കാനുള്ള കപ്പാസിറ്റിയായി നല്ല പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഏറ്റെടുക്കുമ്പോൾ ആ ഇൻഡസ്ട്രി അവിടെ നിലനിൽക്കും. ആ ഇൻഡസ്ട്രി അവിടെ അതിലൂടെ ഒരു എക്കോണമിയിലുണ്ടാകുന്ന ചലനം വലുതാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ഇൻഡസ്ട്രി കൊണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൊണ്ട് തന്നെ കേരളത്തിന്റെ എക്കോണമിയെ ഒന്ന് കഴുകാൻ പോവുകയാണ്.
അഫീഷ്യൽസിനായ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല മേഖലയായിട്ട് ഇതിനെ മാറ്റും. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ ഒന്നുകൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ലീഡേഴ്സ് ഉൾപ്പെടെ നിങ്ങൾ കോളേജിൽ ചിലപ്പോൾ പഠിക്കാൻ മോശമുള്ളവരായിരിക്കും, ചിലപ്പോൾ ഒരു വശത്ത് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയെന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഡയറക്ഷൻ ലെക്ചറേഴ്സിൽ മിടുമിടക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങളെ ആദരിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ഇങ്ങനെ വന്ന് തോമസാറ് വന്ന ഒരു വേദിയിൽ നിന്ന് ആദരിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പൊ അക്കാഡമിക് ലെവലിൽ ഇപ്പൊ എനിക്കറിയാം, ഗുജറാത്തി യൂണിവേഴ്സിറ്റിയിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ PhD ചെയ്യുമ്പോൾ 2 PhD സ്റ്റുഡൻസിനെ ടോപ്പിക് കൊടുത്തേക്കുന്നത് ഡയറക്ഷൻ ലിങ്കാണ്. ഇൻഡസ്ട്രി കോളേജ് ഗുരുകുല വിദ്യാഭ്യാസം തൊട്ട് അങ്ങ് കടന്നു കയറ്റി ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സിലബസ് പരിഷ്കരണ കമ്മിറ്റി ഞങ്ങളുണ്ട്. അവിടെയെല്ലാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള പാഠ പദ്ധതികൾ ഉൾപ്പെടുന്നു. അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇത് മാന്യമായ ബിസിനസ് ആണെന്നും ഇൻഡസ്ട്രിയുടെ ഒരു പുതിയൊരു ന്യൂജൻ ബിസിനസ് ആണെന്നും ഇത് ഇവിടെ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഷ്ടകാലത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ടോ ജീവിത സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റില്ല, ഡിഗ്രി ഇല്ല എന്നുള്ള സൗകര്യം വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ ആളുകൾ ഞങ്ങൾ ചെറിയൊരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ആ കോഴ്സിൽ ആരംഭിക്കുന്ന സർക്കാർ മുദ്രയിലുള്ള സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ എന്ന് പറഞ്ഞാൽ സർക്കാർ നിങ്ങളെ ആശിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. വലിയ ഫീസുമായി ഇല്ലാതെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസോട് കൂടി യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഫീസ് സർട്ടിഫിക്കറ്റിനേക്കാൾ മഹത്തരമായ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഒരു പ്രൊഫഷൻ നിങ്ങൾ എന്തായാലും കൊണ്ടുപോവുകയാണ്. ആ പ്രൊഫഷനെ നിങ്ങളുടെ വീട്ടിൽ പോലും ഒരു കാലത്ത് ഒരു സമയത്ത് അംഗീകാരമില്ലാത്തൊരു പ്രൊഫഷനാണ്. എങ്ങനെയോ ഇവിടെ എത്തപ്പെട്ടതാണ്. ആ പ്രൊഫഷനെ സർക്കാർ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബാറ്റ് സർട്ടിഫൈഡ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്യാൻ സന്നദ്ധമാണെന്നുള്ള ഒരു വാക്ക്, വെറും വാക്കല്ല, ശിക്ഷാത്തിനൊക്കെ അറിയാം. പറഞ്ഞ പോലെ ചെയ്യും. അതുപോലെ ചെയ്യാനുള്ള സന്നദ്ധതയും കഴിവുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഉപയോഗം. അപ്പൊ കേരളം ഒരു മാതൃകയാണ്. ലോകരാജ്യങ്ങൾക്ക് തന്നെ, ഇന്ത്യക്കല്ല, ലോകരാജ്യങ്ങൾക്ക് തന്നെ കേരളത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ വലിയ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇവിടെ മോഡിക്കെയർ പോലെയുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഇനി മോഡിക്കെയറിന് വേണ്ടി മാത്രം ഞാൻ അഡ്വക്കേറ്റാകാൻ പോവുകയല്ല. മോഡിക്കെയർ പോലെ സ്വന്തമായി പ്രോഡക്റ്റും സ്വന്തമായി ബിസിനസ്സും സ്വന്തമായി മാനേജ്മെന്റ് സ്റ്റേക്കും ഉള്ള ബിസിനസ്സിന് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇവിടെ കള്ളനാണയങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? എന്താണ് അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുന്നത്? പക്ഷെ ഒരു കാര്യം ശക്തമാണ്, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കോപ്പറേറ്റീവ് മേഖല വരെ ചാഞ്ചാടുകയാണ്. അത് മിസ്മാനേജ്മെന്റാണ്. അപ്പൊ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കാൻ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കള്ളനാണയങ്ങളെയും നിരീക്ഷണത്തിന്റെ വലയത്തിലാണ്. ഒരു സമയത്ത് നിങ്ങൾ കാണാൻ ED വന്ന് പൊക്കിക്കൊണ്ടുപോകും. ഇപ്പൊ ED പോലുള്ള ഏജൻസിക്ക് ബോഡി കാണിപ്പോയി ജീവിതത്തിൽ എടുത്തു പോകുമ്പോൾ അവർ മുഴുവൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. റിസർവ് ബാങ്കിന്റെ പെർമിഷൻ ഇല്ലാതെ, റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെ ആരൊക്കെ എന്തൊക്കെ നിക്ഷേപം സ്വീകരിക്കുന്നോ അവരെല്ലാം പിടിക്കപ്പെടും. നാട്ടിലെ നിയമം ലംഘിക്കുന്ന റിസർവ് ബാങ്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ രീതിയിൽ പത്രത്തിലുള്ള വരുന്ന നമ്മളാരും കാണുന്നില്ല. ഏതെങ്കിലും കമ്പനികൾ ഏതെങ്കിലും ഓമന പേരിൽ നിക്ഷേപം സ്വീകരിച്ച് എഴുതിക്കാം, മുരടിക്കാം, അല്ലെങ്കിൽ അത്തരം ഇത്തരത്തിലുള്ള ഏതെങ്കിലും കമ്പനി വെച്ചുകൊണ്ട് നിക്ഷേപം സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള എല്ലാ ഫണ്ടിംഗ് കമ്പനിയെയും നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞു. ആ കമ്പനികളെ പ്രവർത്തിക്കാൻ ഇനി പറ്റില്ലാത്ത അസംയുക്തമായി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ബാക്കി ജിമിക്ക് പ്രൊഡക്ട്സ് വെച്ച് വരുന്ന കമ്പനികളെ ഈ സ്കെയിലിൽ തന്നെ അതില്ലാതാവും. ഇപ്പൊ ഞങ്ങൾ നടക്കുന്ന സ്കെയിലില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 10 കമ്പനികളാണ്. ആ 10 കമ്പനിയിൽ യഥേഷ്ടം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവും. ആ ധൈര്യത്തോടെ പ്രവർത്തിക്കാം. ആ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകുന്ന ഡ്യൂട്ടി ചെയ്യുന്ന നിയമനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും ഇവിടുന്ന് വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എനിക്കറിയാം, മോഡിക്കെയറിലേക്ക് വരാനായിട്ട് ആൾക്കാർ വിമുഖത കാണിക്കുന്നത് അത് സ്ലോ ഗ്രോത്താണ്, പ്രോഫിറ്റ് കുറവാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വായ്പ കൊടുക്കാൻ പറ്റില്ല. അത് തന്നെ കിട്ടാൻ 1000 രൂപ കുറയ്ക്കാൻ 500 രൂപ ഉടനെ കൈത്തരാന്ന് പറയുന്ന എന്താണ്? ഇവിടെയാണ് ഒരു ബിസിനസ് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പണി രാജിവെച്ച് ഞാൻ അവരോടെ പോയി. നാട്ടിൽ നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ ബുദ്ധികൊണ്ട് അന്വേഷിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ചോദ്യം ചെയ്യണം. ഇപ്പൊ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒരു സാധനം കാണിക്കണം. ധൈര്യമായിട്ട് പോയിക്കാം.
അവര് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ടുള്ള പെർമിഷനൊക്കെ അവർക്ക് ഒരു പരിധി വരെയുണ്ട്. അത് പ്രസിദ്ധാണ്. വെങ്കേശ്വര മാത്രമേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ എല്ലാം പോലെ വാരി വഴി ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർ സ്വീകരിക്കുന്ന നിക്ഷേപത്തിന്റെ 14-18% പലിശ കൊടുക്കുക. എന്നിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യം ചോദിക്കണം. ഈ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി നിങ്ങൾ കയറി ചെല്ലണം. നിങ്ങൾ ചെല്ലണം. എന്റെ 5,000 രൂപ. പക്ഷെ എനിക്ക് കാണണം ഇതുവരെ വാങ്ങിച്ച ഡെപ്പോസിറ്റ് നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 14%, 15% തരുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ 20% ക്രെഡിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അതെവിടെയാണെന്ന് ചോദിക്കണം. ആ ഒരു ചന്ദ്രൻ ഉണ്ടായിരിക്കണം. അല്ലാതെ 18 രൂപ എന്ന് പറയുന്നത് അല്ല. കോപ്പറേറ്റീവ് മേഖല പോലും തകരാനുള്ള ഒരു കാരണം ഇൻവെസ്റ്റ്മെന്റ് എവിടെയെന്ന് ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഞാൻ ഈ കോൺഫറൻസിലേക്ക് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ് എടുക്കേണ്ടി. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മഹത്തരമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ഏതുമായിക്കോട്ടെ, BJP ആയിട്ട് കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് കക്ഷിയായിക്കോട്ടെ, അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച മാനിഫെസ്റ്റോയുടെ മുമ്പിൽ കൈവച്ചുകൊണ്ടാണോ സത്യപ്രതിജ്ഞ ചെയ്തത്? ആണോ? BJP മോഡി സർക്കാർ 2ാം പേര് വന്നു. ഞങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ ഇതാണ്. ആ മാനിഫെസ്റ്റോ പാലിച്ചുകൊള്ളാമെന്നാണോ പറഞ്ഞത്? അല്ല. ഇതൊരു കൊച്ചു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെയാണ്? ആരുടെയാണ്? ജനങ്ങളുടെയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിന്റെ ഫസ്റ്റ് പേജ് നോക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എംപവേഴ്സ്. പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസിനെയൊക്കെ അധികാരപ്പെടുത്തുന്നത്, അധികാര സ്ഥാനത്ത് ഇരുത്തുന്നത് നിങ്ങളാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് പേയ്മെന്റേയും യഥേഷ്ടം ഇവിടെ പ്രവർത്തിക്കാമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ റെഫർ ചെയ്തപ്പോൾ, സർക്കാരിന്റെ ലോ ഡിപ്പാർട്ട്മെന്റ് വെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കൊടുത്ത നിയമം ഇതാണ്. ഇന്ത്യൻ ഭരണഘടന ഫ്രീഡം ഓഫ് ട്രേഡ് വാഗ്ദാനം ചെയ്യുന്നു. ഈ രാജ്യത്ത് കച്ചവടം ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എന്നതാണ്. ഗുലാത്തിനല്ല. നമ്മുടെ നാട്ടിലെ നിയമം ഇതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ കള്ളനാണയങ്ങൾ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ മാത്രം മോണിറ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഫ്രീഡം ഓഫ് ട്രേഡ് ഉണ്ട്. അത് ഡയറക്റ്റ് സെല്ലിംഗ് അല്ല, ഏത് ട്രേഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് ഇപ്പം പറയാൻ ഉദ്ദേശിക്കുകയാണ്. തൽക്കാലത്തേക്ക് MLM എന്നുള്ള പദം മറന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചാക്കിട്ട്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ഗൈഡ്ലൈൻ ഇറങ്ങിയപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ റൂള് പാർലമെന്റിൽ പാസ്സാക്കിയ നിയമത്തിലും ഡയറക്റ്റ് സെല്ലിംഗ് ഉള്ളൂ, MLM എന്നില്ല. അത് നിങ്ങൾക്ക് വലിയ വ്യക്തമാണ്, വലിയൊരു സ്ട്രെങ്താണ്. എന്താണെന്നറിയാം? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി ഫാക്ടറിയും പ്രോഡക്റ്റും ഉള്ളവർ ചെയ്യാൻ പറയുന്ന ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ട്രേഡിന്റെ പാറ്റേൺ എന്താണ്? ഒരു ഫാക്ടറിയിൽ നിന്നും ഉപഭോക്താവിന് സാധനം ചെല്ലണമെങ്കിൽ ഫാക്ടറിയുടെയും ഉപഭോക്താവിന്റെ ഇടയിൽ ധാരാളം ഖണ്ഡികളുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, തിയേറ്റർ എന്ന് പറയുന്ന ധാരാളം ഏജൻസി വഴി കറങ്ങിത്തിരിഞ്ഞാണ് കൺസ്യൂമറിലേക്ക് എത്തുക. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുക? ഇവിടെ ഫാക്ടറിയിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഓരോ ഡിസ്ട്രിബ്യൂട്ടറും ഇല്ലാതെ, നിങ്ങളുടെ മാൻ പവർ ഡിസ്ട്രിക്ട് അല്ല, കടകമ്പോളങ്ങളില്ലാതെ, മൊത്ത വിതരണക്കാരില്ലാതെ, ചില്ലറ വ്യാപാരികളില്ലാതെ നേരിട്ട് ഉപഭോക്താവിന് എത്തിക്കുന്ന കണ്ണിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ടെക്നിക്. അത് അവിടെ തന്നെ പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ്. നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കടയില്ലല്ലോ, നിങ്ങൾ സാധനം വെക്കാൻ കടയില്ലല്ലോ, കടകമ്പോളങ്ങളില്ലല്ലോ, കടകമ്പോളങ്ങൾക്ക് പകരം നിങ്ങൾക്ക് മാൻ പവർ റിപ്പോർട്ട് ചെയ്യാം. എന്തിനാണ് ആ വാക്ക് ഉപയോഗിക്കാൻ റിപ്പോർട്ട് പറയില്ല, മാൻ പവറിനെ എൻഗേജ് ചെയ്യാം. എന്തിനു വേണ്ടി? ടു സെൽ ദ പ്രോഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി. ഇടനിലക്കാരില്ലാതെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ആലോചിച്ച് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് മാത്രമേ ഇത് MLM ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കമ്പനിയും MLM ചെയ്യാൻ പറ്റില്ല. ഒൺലി ദ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ക്യാൻ എൻഗേജ് പീപ്പിൾ അണ്ടർ MLM മോഡ്. അത് കൃത്യമായി ഞങ്ങൾ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പഴയതുപോലെ നിങ്ങൾ മാർക്കറ്റിൽ ഭയപ്പെടേണ്ടതില്ല. ഇത് പല കാരണങ്ങളാൽ 2018-19 ഫ്ലഡായിട്ട് പോയി, 2021 കോവിഡായിട്ട് പോയി. അതിന്റെ ഒരു ക്ഷീണം മാത്രമേ നിൽക്കുള്ളൂ. ഇനി അങ്ങോട്ട് ഒരു ഗെയിമിംഗാണ്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റെടുപ്പോൾ നാട് വിട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ തിരിച്ചു വിളിക്കാൻ സാധ്യത. തിരിച്ചു വിളിച്ചില്ല പോലെ ഇനി പോകാം, ഇനിയുള്ളവർ പോകാത്ത രീതിയിൽ ഈ ഇൻഡസ്ട്രിയെ ശക്തമാക്കണമെന്നുള്ള ഒരറിയിപ്പോടുകൂടി ആഹ്വാനത്തോടുകൂടി ഞാൻ ഈ ചെറിയ വാക്കുകൾ